സോറി വന്ദന. വന്ദന വീഴാൻ പോയതുകൊണ്ടാ വന്ദനയുടെ ദേഹത്ത് പെർമിഷൻ ഇല്ലാതെ ഞാൻ തൊട്ടത്. വന്ദനെ, നോക്കിയും കണ്ടുമൊക്കെ നടക്കണ്ടേ? സ്വയം മറന്നു കിടന്നാ ഇങ്ങനെ ഇരിക്കും. അതിനൊക്കെ പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി മുതൽ ഇവിടുത്തെ ജോലികളൊക്കെ ഈ വത്സലാമ ചെയ്യും. ആ വത്സലാമേ, സാർ. ഇങ്ങോ. ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നതേ വെറും വീട്ടു ജോലികൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരമ്മയെ പോലെ എല്ലാ പരിചരണവും വർഷയ്ക്ക് കൊടുക്കണം. ഏട്ടാ, ഇപ്പൊ ഇതിന്റെ ആവശ്യം വല്ലതുണ്ടോ? എനിക്ക് ചെയ്യാവുന്ന ജോലികളല്ലേ ഉള്ളൂ ഇവിടെ. അതെന്താ, ഞാൻ വത്സലാമ്മയെ നിന്റെ സഹായത്തിന് കൊണ്ടുവന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഞാൻ ചെയ്തത് തെറ്റായി പോയോ? പറ, തെറ്റായി പോയോന്ന്. ഏട്ടാ, എന്താ ഇത്? ഏട്ടൻ എനിക്കൊരാളെ സഹായത്തിന് കൊണ്ടുവന്നത് ഇഷ്ടാവാതിരിക്കോ? മോളെ, സാറ് മോളെ ആശുപത്രി കാണിക്കാൻ തുണ്ടെടുത്തിട്ടാ വന്നത്. ഓ, അത് ഞാൻ മറന്നു. ഈ വത്സലാമ്മയോട് ചോദിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും മിടുക്കിയായ ഗൈനക്കോളജിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. വത്സലാമ്മ വീട്ടു ജോലിക്ക് മാത്രം പോകുന്ന ആളല്ല കേട്ടോ, പ്രസവ ശുശ്രൂഷയുടെ സ്പെഷ്യലിസ്റ്റാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, സാർ ഇതൊക്കെ വെറുതെ പറയുന്നതാ. നമ്മളെ ഉറക്കൊഴിഞ്ഞ് പണി ചെയ്യുന്നതല്ലേ, അതിന്റെ കൂലി ഞാൻ മേടിക്കും. പക്ഷേ ദിവസവും 2000 രൂപ വത്സലാമ്മയുടെ കൂലി. മോളെ, കുഞ്ഞു തള്ളയുടെ വയറ്റിന്ന് പൊക്കിൾക്കൊടി മുറിച്ച് പുറത്തു വന്ന അത് ഈ ലോകവുമായി പരിചയപ്പെട്ട് വരുന്ന ഒരു സമയമുണ്ടല്ലോ, അവരുടെ ആദ്യത്തെ ഒരു 21 ദിവസം. അപ്പോ അതിനെ എടുക്കുന്നതും കിടത്തുന്നതും കുളിപ്പിക്കുന്നതും പോലെയാ അതിന്റെ ഭാവി ആരോഗ്യം. നമ്മൾ അത്ര നല്ലതുപോലെ നോക്കും, അതിന്റെ കൂലിയും വാങ്ങും. ഞാൻ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞു പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ഒരു നോട്ടമുണ്ട്, അത് സഹിക്കാൻ പറ്റത്തില്ല. പിന്നീട് ഒരു അവകാശവും പറഞ്ഞു പോകാനാവില്ലെങ്കിലും അവരുടെ ആ സ്നേഹം ഉണ്ടല്ലോ, ഒന്ന് വിളിച്ച കുഞ്ഞ് നമ്മുടെ കൂടെ പോരും. പക്ഷേ വാ, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഞാനും വരാം. വേണ്ട, ആദ്യത്തെ ദിവസമല്ലേ, ഞാനും ഏട്ടനും കൂടി പോവാം. ഡോക്ടറെ കാണിച്ചിട്ട് വരുമ്പോഴേ ഒരു തെങ്ങും പൂക്കല കൂടെ വാങ്ങിച്ചോണ്ട് വരണം. ഇന്നു മുതലേ ഔഷധക്കൂട്ടുകൾ ആരംഭിക്കണം. ഞാനേ അടുക്കളയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. അല്ല, എവിടെയാ മോളെ അടുക്കള? അവിടെയാ. ശരി. എങ്ങനെയുണ്ട്? ജഗൻ ഇവിടെയുണ്ട്. വന്ദനെ മുറി കാണൂ.
ജഗൻ ഇവിടെ എക്സസൈസ് ചെയ്യുന്നു. വന്ദനാണെങ്കിൽ കുളിമുറിയില്. ഇത് തന്നെയാ പറ്റിയ സമയം.